ഓൺടർപ്രണർഷിപ്പ് എല്ലാവർക്കും ഉള്ളതല്ല. ഒരു ഫൗണ്ടർ ആവണം, സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഇങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും മടിയന്മാരായിട്ടിരുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ടീച്ചേഴ്സിനെയും പാരന്റ്സിനെയും സൊസൈറ്റിയും പിന്നെ ഫണ്ട് കിട്ടാത്തതിനൊക്കെ പരാതി പറയുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം കേൾക്കുക. അത് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ഓണർഷിപ്പ്. ലൈഫിലായിക്കോട്ടെ നമ്മൾ ആ ഓണർഷിപ്പ് എടുക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഓൺടർപ്രണർഷിപ്പിലേക്കുള്ള ദൂരം അത് ഒരുപാട് അകലെയാണ്. അടുത്ത കാര്യം, യൂണിക്കോണൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ഐഡിയാസ്, ആ ഐഡിയാസ് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനും വാങ്ങിപ്പിക്കാനും പറ്റുമോ നോക്കുക. വലിയ സ്വപ്നങ്ങളുമായിട്ട് നടന്ന് അത് നടപ്പിൽ വരാതിരുന്ന് വിഷമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചെറിയ കാര്യങ്ങളെങ്കിലും ട്രൈ ചെയ്ത് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അടുത്ത കാര്യം ഡിസിപ്ലിനാണ്. അച്ചടക്കമില്ലാതെ ടൈമിനെ ബഹുമാനിക്കാതെ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഒരു ഓൺടർപ്രണർ ആവാൻ കഴിയില്ല. നമ്മൾ ഈ സമയം വെറുതെ കളയുന്ന അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഒരാളാണ് നമ്മളെന്നുണ്ടെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് നിങ്ങൾ മറന്നേക്കുക. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഒരു ഫൗണ്ടർ ആകാൻ പറ്റും. നല്ലൊരു സംരംഭകനായി മാറാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവും.